2026 ജൂൺ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. ചിങ്ങക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്നതാണ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത്. ദാമ്പത്യത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടിയുള്ള പിണക്കവും തർക്കങ്ങളും ഇതെല്ലാം മാറിക്കിട്ടി ഒരു യോജിപ്പിൽ എത്താൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. ഏതെങ്കിലും രീതിയിലുള്ള ഒരു മോശമായി ധനനഷ്ടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ പല നഷ്ടങ്ങളോ അതെല്ലാം മാറിക്കിട്ടുന്നു. വിദേശ യാത്രയും മറ്റും നടത്തിയതിൻ്റെ അലച്ചിൽ മൂലമുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നു. ചിലർക്ക് അപവാദം കേട്ടിരുന്നത് മതിയാകുന്നു. ചിലരെ കുറിച്ച് വേണ്ടാത്തത് പലരും പറഞ്ഞത് അത് അവർ തന്നെ പറഞ്ഞവർ തന്നെ അത് മതിയാക്കുന്നു. അവസാനം അതെല്ലാം നിൽക്കുന്നു. ബന്ധുക്കൾക്കുള്ള കഷ്ടതകൾ നിങ്ങളാൽ തന്നെ മാറിക്കിട്ടുന്നു. നിങ്ങളെ കൊണ്ട് ബന്ധുക്കൾക്ക് ധാരാളം ഉപകാരം ഉണ്ടാകുന്നു. അതുപോലെ ശത്രുശല്യം കുറയുന്നു. രോഗാരിഷ്ടതകൾ, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ രോഗങ്ങളാൽ നിങ്ങൾ കഷ്ടപ്പെടുന്നെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ ഗുരുവിൻ്റെ സംക്രമണം, അതായത് വ്യാഴൻ്റെ സംക്രമണം നടക്കുന്നതിനാൽ അഷ്ടമശനിക്കുള്ള ദോഷങ്ങൾ മാറിക്കിട്ടുന്നു. ഇപ്പം ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമശനിയാണ്. ആ ദോഷങ്ങൾ കംപ്ലീറ്റ് മാറിക്കിട്ടുന്നു. ഗുണഫലങ്ങൾ ലഭിക്കുന്നു. ഈശ്വര കടാക്ഷം ഉണ്ടാകുന്നു. അത് രുചി നോക്കിയിട്ടില്ലാത്ത, അതായത് നമ്മൾ ഇതുവരെ രുചിക്കാത്ത പല ഭക്ഷണ പദാർത്ഥങ്ങളും ഭക്ഷിക്കുവാനുള്ള ഒരു ഭാഗ്യം അവർക്ക് ലഭിക്കുന്നു. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നു. വിചാരിക്കുന്ന കാര്യങ്ങൾ ശ്രമിച്ചാൽ അത് നടന്നു കിട്ടുന്നതാണ്. മുമ്പത്തെ പോലെ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റു പല ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടുന്നു. പല ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ട കാര്യങ്ങൾ തടസ്സമില്ലാതെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. പൂർവിക സ്വത്തുക്കൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അച്ഛനമ്മമാരുടെയൊക്കെ സ്വത്തുക്കൾ മക്കൾക്ക് ലഭിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. സന്താന ഭാഗ്യം ഉണ്ടാകുന്നു. പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും ഉണ്ടാകുന്നു. മക്കൾക്ക് വിദ്യാതടസ്സം മാറുകയും മക്കൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള വിദ്യാതടസ്സങ്ങൾ മാറിക്കിട്ടുകയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഭാഗ്യം കൊണ്ട് വൈദഗ്ധ്യം മാറിക്കിട്ടുന്നു. അപവാദങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി അതിനാൽ നിങ്ങൾക്ക് സൽപ്പേര് കിട്ടുന്നു. ഗർഭിണികൾക്ക് ഗർഭസ്ഥ ശിശുവിനെ ഏറെ, അതായത് ഗർഭിണികൾക്കും ഗർഭസ്ഥ ശിശുവിനും ഏറെ നല്ലൊരു സമയമാണ്. മുൻജന്മ സുഹൃതം ഗുണകരമാകുന്നു. ഈ ജന്മത്തിൽ സുഹൃതക്ഷയം വരുന്നില്ല. സ്ത്രീകൾക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നു. മുൻജന്മത്തിലെ സുഹൃതങ്ങൾ ഗുണകരമാകുന്നു. ഈ ജന്മത്തിൽ സുഹൃതക്ഷയം നിങ്ങൾക്ക് വരുന്നില്ല. മുൻജന്മത്തിലുള്ള സുഹൃതം കൊണ്ട് ഈ സമയം മോശമായിട്ടൊന്നും വരുന്നില്ല. സ്ത്രീകൾക്ക് വിവാഹം നടന്നു കിട്ടാനുള്ള സാധ്യത ഏറെ കാണുന്നുണ്ട്. ബഹുവിധത്തിൽ ധനലാഭം വരേണ്ട സാധ്യത കാണുന്നുണ്ട്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭ്യമാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അധിക ചുമതലകൾ വന്നു ചേരാം. ഉത്തരവാദിത്തങ്ങൾ കൂടാം. ജോലിഭാരം കൂടിയെന്നിരിക്കും. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അധിക ചുമതല വരുന്നത് കൊണ്ട് ജോലിഭാരം കൂടിയെന്നിരിക്കും. വളരെ ആലോചിച്ച ശേഷമേ ഓരോന്നും തീരുമാനിക്കാനാവൂ. അല്ലെങ്കിൽ പരാജയം വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. പരാജയം വന്നാൽ വ്യക്തിത്വ പ്രതിസന്ധിയെയും വളരെയധികം ബാധിക്കും. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. ഈ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ ഞാൻ അവരുടെ ഫലങ്ങൾ വയസ്സിന് അനുസരിച്ചാണ് പറയുന്നത്. ആ നക്ഷത്രങ്ങൾ ആദ്യം മകം നക്ഷത്രമാണ്. 2.5 വയസ്സ് വരെയുള്ള മകം നക്ഷത്രക്കാർക്ക് വളരെ കുറച്ച് മോശമായ ഒരു സമയമാണ്. എല്ലാവർക്കും അല്ല, ചിലർക്ക് രോഗം, ദാരിദ്ര്യം അങ്ങനെയൊക്കെയുള്ള ചില അവസ്ഥകളിൽ കൂടി പോകേണ്ടതായിട്ട് വന്നേക്കാം. പിന്നെ യന്ത്രങ്ങളിൽ നിന്ന് അപകടങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. അത് ഏതുതരം യന്ത്രമായിരുന്നാലും അപകടം വരാനുള്ള സാധ്യത കൂടുന്നു. അന്യസ്ഥലത്ത് താമസിക്കേണ്ടി വരാം. അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് അന്യസ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. 2.5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഉള്ളവർക്ക് സാമാന്യം സന്തോഷകരമായ ഒരു കാലമാണ്. വയറിന് ചെറിയ രോഗങ്ങൾ വരാം. തടസ്സമില്ലാതെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. തടസ്സം വരുമെന്ന് വിചാരിക്കും എങ്കിലും അതൊന്ന് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം അവിടെ ലഭിക്കുന്നതിനാൽ തടസ്സം വരില്ല. അതുപോലെ സാമ്പത്തികമായിട്ട് കുറച്ച് നേട്ടങ്ങളൊക്കെ വരാം. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ചില പ്രതികൂല നടപടികൾ നിങ്ങൾക്കുണ്ടാകാം. തൊഴിൽ സംബന്ധമായി ചില പ്രശ്നങ്ങൾ വരാം. ധനനാശം വരാനുള്ള സാധ്യത കാണുന്നു. എങ്കിലും ഉന്നത വിദ്യാഭ്യാസം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശവാസം കാണുന്നുണ്ട്. ശരീരത്തിൽ മുറിവ്, ചതവ്, ഒടിവ്, സർജറി എന്നിവയ്ക്കൊരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്കാണ്, എല്ലാവർക്കുമല്ല. വിവാഹം നടക്കാം. സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്.
മേലധികാരികളുടെ അപ്രീതിക്ക് കാരണമാകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളൊരു സാഹിത്യകാരനാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ധാരാളം ബന്ധങ്ങൾ നിങ്ങൾക്ക് വരുന്നതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ വിവാഹിതനാണെങ്കിൽ വിവാഹ ബന്ധത്തിൽ ചില ഉലച്ചിലുകൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് പ്രശ്നങ്ങൾ പലതും തുടങ്ങേണ്ട കാലമായി. സാമ്പത്തിക പ്രശ്നം വരാം, എങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടാം. ദാമ്പത്യ പ്രശ്നങ്ങൾ വരാം, പുനർവിവാഹം നടക്കാം, മനസ്സിനിണങ്ങിയ ജോലി ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും, പുതിയ ഗ്രഹം വാങ്ങാൻ കഴിയും. പിത്തരസങ്ങളുടെ അസന്തുലിതാവസ്ഥ മൂലം, അതിൻ്റെ ഏറ്റക്കുറച്ചിൽ മൂലം പല ബുദ്ധിമുട്ടുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെറിയ അപകടങ്ങൾ നടക്കേണ്ട സാധ്യതയുണ്ട്, വളരെ ശ്രദ്ധിക്കുക. മോഷണ ശ്രമം നടക്കാനും സാധ്യതയുണ്ട്, അതിനാൽ ജാഗ്രത പാലിക്കുക. മാനഹാനി വരുന്നതിനും സാധ്യതയുണ്ട്, അത്തരം നടപടികൾക്ക് പോകാണ്ടിരിക്കുക. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് അധികാര സ്ഥാനങ്ങളിൽ നിന്നും ചില അനുകൂലമായ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പലതും ഉണ്ടാക്കാം. ചിലർക്ക് വൈദ്യസഹായം വേണ്ടി വന്നേക്കാം. മേജർ സർജറികളല്ല, ചെറിയ രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടാവാം. ഒരു ചെറിയ അവയവത്തിന് ഒരു സർജറി വേണ്ടി വരാം. കാര്യം വയർ സംബന്ധമായ അപ്പൻഡിക്സ്, ഹെർണിയ, പൈൽസ് മുതലായവയ്ക്ക് ചെറിയൊരു സർജറി വേണ്ടി വരാം. വീട്, വാഹനം എന്നിവ വാങ്ങാൻ സാധിക്കും. ഈ സമയം സന്താനഭാഗ്യം ഉണ്ടാകാം, ധനലാഭം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ശത്രുശല്യം അവർക്ക് ഉണ്ടാകേണ്ടി ഇരുന്നതെല്ലാം മാറിക്കിട്ടുന്നു. അവർക്ക് ശത്രുശല്യം ഉള്ളതെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ അവർക്ക് പല കാര്യങ്ങളും ഗുണം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചെറിയ രീതിയിൽ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. തൊഴിലും പ്രശ്നവും, തൊഴിലാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ ഈ കാലയളവിൽ കുറച്ച് ചിന്തിച്ച് ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. അതുപോലെ അത് എന്തൊരു പുതിയ സംരംഭം അങ്ങനെയൊക്കെയുള്ള തുടങ്ങുന്നതിനാണെങ്കിലും വളരെ എടുത്തു ചാടി പ്രവർത്തിക്കാതെ വളരെ ആലോചിച്ച് തീരുമാനം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ അതിന് വിജയം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ചിന്തിച്ച് തുടങ്ങുക, വിജയം ലഭിക്കും. അതുപോലെ വെപ്രാളം കാണിച്ചാൽ നഷ്ടം വരാം. അന്യദേശവാസം കാണുന്നുണ്ട് ഈ സമയം. വാതരോഗമോ അങ്ങനെയൊക്കെയുള്ളവ ചെറുത് വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ശരീരത്തിന് ബലക്ഷയം വന്നേക്കാം ഒരുപക്ഷെ, ചിലർക്കാണ്, എല്ലാവർക്കുമല്ല. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭിക്കേണ്ട സമയമാണ്. വേണ്ടും വിധം അത് ഉപയോഗിച്ച് ആ ധനത്തെ സമ്പാദിക്കാൻ നോക്കണം. മനസ്സമാധാനവും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകും. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ സംഭാവനകൾ നടത്തുവാൻ നിങ്ങളെക്കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും. ആയതിനാൽ അതുവഴി നിങ്ങൾക്ക് അംഗീകാരങ്ങളും അവാർഡുകളൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വളരെ നല്ല ഒരു സമയമാണ് നിങ്ങൾക്ക്. അടുത്തത് പൂരം നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെ ഒത്തുചേരലുകൾ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എല്ലാ ബന്ധുക്കളും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു മീറ്റിംഗ് പോലെ ചേരാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസവും നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം ഒരു അലച്ചിലും ഇല്ലാതെ നല്ല രീതിയിൽ നടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല, ഇവർക്ക് കുടുംബത്തിലൊരു വാഹനം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്, വീട് ലഭിക്കാം. മാത്രമല്ല, ഈ കുട്ടിക്ക് ജന്മനാൽ തന്നെ ചിത്രരചനയോ മറ്റേ ഡാൻസ് പരമായിട്ടുള്ള കഴിവോ പാട്ട് പാടേണ്ട കഴിവുകളൊക്കെ ഉണ്ടാകും. അത് അനുസരിച്ച് ആ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ച് അതിലേക്ക് വേണ്ടിയുള്ള രീതിയിൽ വിടുക, അതും വളരെ നല്ലതായിരിക്കും. അത് 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ ചില പൂര നക്ഷത്രക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ധനനഷ്ടം വരാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാഹന അപകടങ്ങളും ഉണ്ടാകാം. വിദേശത്തോ അന്യ സംസ്ഥാനങ്ങളിലേക്കോ കുടുംബസമേതം പോയി താമസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ഇതിൽ ചില ആൾക്കാർക്ക് സർക്കാരിൽ നിന്ന് ചില പ്രതികൂല നടപടികൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ വിരോധം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരുമായിട്ടും തർക്കിച്ചും വഴക്കുണ്ടാക്കാൻ പോകാണ്ടിരിക്കുക. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ വരാൻ ഒരു സാധ്യതയുണ്ട്. വളരെ ഗുണകരമായി കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സമയമാണെങ്കിലും വളരെ ശ്രദ്ധിക്കുക. സർവ്വ ഐശ്വര്യങ്ങളിൽ ലഭ്യമാകാം. അതുപോലെ തന്നെ ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം ഇവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആഗ്രഹിച്ച ഒരു തൊഴിൽ അവർക്ക് സ്വന്തമാക്കാനും ഉള്ള ഭാഗ്യം അവർക്കുണ്ട്. അതുപോലെ ഇഷ്ടവാഹനം, വീട്,
അതെല്ലാം സ്വന്തമാക്കാനും കഴിയും. കൂടാതെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും അവർക്ക് ഭാഗ്യമുണ്ട്. സന്താന ഭാഗ്യവും ഉണ്ടാകുന്നു. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക് ചില സർജറികൾ അവർക്ക് വേണ്ടി വന്നേക്കാം. വിദഗ്ധ ചികിത്സ വേണ്ടി വരാം. തീപ്പൊള്ളലോ ഇലക്ട്രിക് ഷോക്കോ ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. പോലീസ് കേസ്, കോടതി നടപടികൾ ഉണ്ടാകും. ഈ സമയം കൂട്ടുകെട്ടുകൾ ഒക്കെ ചേർന്ന് വളരെ മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അന്യദേശവാസം കാണുന്നുണ്ട്. ഈ സമയം നിങ്ങളുടെ വിലപ്പെട്ട വസ്തുക്കൾ വളരെ അധികം സൂക്ഷിച്ചു വയ്ക്കുക. കാരണം ഈ സമയം ഒരു മോഷണം നടക്കാൻ നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ കമ്പനിയിലൊക്കെ ഒരു സാധ്യത കാണുന്നത് ശ്രദ്ധിച്ചാൽ മതി, അതുണ്ടാകില്ല. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെ ഉള്ളവർക്ക് ചില മനപ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. വെറുപ്പും നിരാശയൊക്കെ ഉണ്ടാകാം. ബുദ്ധിപരമായി ആലോചിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ ബുദ്ധിശൂന്യതയിലേക്ക് എത്തിച്ചേർന്നതായിട്ടും ഒരു കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ വളരെ ആലോചിച്ചും അതിനോട് പരിചയസമ്പന്നരും വിശ്വസ്തരുമായ ആൾക്കാരോട് അഭിപ്രായം കേട്ടിട്ട് അതിനെപ്പറ്റി വളരെയധികം പഠിച്ചിട്ട് വേണം ഒരു പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും മറ്റുള്ള കാര്യത്തിലും. വിദേശവാസം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ സമയം വിലപിടിച്ച വസ്തുക്കൾ സൂക്ഷിക്കാം. അതുപോലെ തന്നെ അവർക്ക് അലച്ചിൽ, അതായത് ഒരു തീരുമാനം നമ്മൾ എവിടെ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് അത് വിജയിക്കുമോ ഇല്ലേ എന്നുള്ളത് പഠിച്ചതിന് ശേഷം യാത്ര ചെയ്യുക, അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച കുറേ മാനസിക പ്രയാസങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും എല്ലാം തന്നെ അവർക്ക് വളരെ നല്ല ഒരു സമയമാണ്. അതെല്ലാം മാറിക്കിട്ടുന്നു. സകലവിധ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നൊരു സമയമാണ്. തൊഴിലിൽ നിന്ന് ധാരാളം അവർക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നു. നല്ലൊരു തുക അവർക്ക് ലഭിക്കുന്നു. അതുപോലെ ഈ തുക മോശമായ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കരുത്. ഭൂമിയും നല്ല വീടും അതൊക്കെ അവർക്ക് വാങ്ങുന്നതിനും എല്ലാ ഭാഗ്യവും അവർക്കുണ്ട്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് കുറച്ചൊരു മോശം സമയമാണ്. അപവാദം കേൾക്കാം. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കാം. ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വരാം. ചിലർക്ക് വിദേശവാസം കാണുന്നുണ്ട്. നിങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ മറ്റുള്ളവർക്ക് നിങ്ങളോട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകാം. വാദം പോലുള്ള രോഗങ്ങൾ വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. രക്തപരിശോധന നിങ്ങൾ മുറയ്ക്ക് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. മക്കളും കൊച്ചുമക്കളുമായി ഒരു സന്തോഷ ജീവിതം നിങ്ങൾക്ക് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് ഉത്രം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. ഉത്രം നക്ഷത്രക്കാർക്ക് അവർക്ക് അരിഷ്ടതകൾ വരുന്നതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ ബാലാരിഷ്ടതകളാണ് ഈ കൊച്ചിന് വരുന്നതിനുള്ള സാധ്യത. അത് കൂടുതലും ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ണിലാണ്. കണ്ണിൽ എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് മുറിവേൽക്കാനോ അതുമൂലം ഒരു ചികിത്സയ്ക്ക് വേണ്ടി വരും. അതുകൊണ്ട് കൂർത്ത മുനയുള്ള വസ്തുക്കളൊന്നും ഈ കൊച്ചിൻ്റെ ഈ സമയം കൊടുക്കരുത്. അതുകൂടാതെ ഉദര സംബന്ധമായ ചില വ്യാധികൾ ഈ ചില ഉത്രം നക്ഷത്രക്കാർക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 10 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ നല്ലൊരു സമയമാണ് ജീവിതത്തിൽ. കുടുംബത്തിൽ ധനം, വസ്തുക്കൾ, വീട് എന്നിവ ഉണ്ടാകാം. ആസ്മ, ശ്വാസമുട്ടൽ പോലുള്ള ചില അസുഖങ്ങൾ ചില ഉത്രാട നക്ഷത്രക്കാർക്ക് വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവർക്ക് വളർത്തു മൃഗങ്ങൾ വരുന്നതിനും അതൊക്കെ സ്വന്തമാക്കാനും അവർക്കൊരു ഭാഗ്യം കൂടിയുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് ഫുഡ് പോയ്സൺ വരാം. അതും ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് നേരത്തെ വയർ സംബന്ധിച്ച അസുഖം പറഞ്ഞത്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു സർജറി വേണ്ടി വരാം. ചെറിയ രീതിയിൽ ചില രോഗങ്ങൾ വരാം. പഴി കേൾക്കേണ്ടതായിട്ട് വരാം. പോലീസ് പരാതിയൊക്കെ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂട്ടുകെട്ടുന്നത് വളരെ ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസം ഇതൊക്കെ ആണെങ്കിലും വിദ്യാഭ്യാസം ഒരു തടസ്സവും ഇല്ലാണ്ട് തുടർന്ന് പോകുന്നതിന് സാധിക്കുന്നു. ചതി വഞ്ചന മൂലം അപകടം വരാൻ സാധ്യതയുള്ളതിനാൽ അത് വളരെ ശ്രദ്ധിക്കുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നു. ബുദ്ധിപൂർവ്വം യുക്തിയും ചേർന്ന് ആലോചിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് നല്ലതായിരിക്കും. അല്ലാണ്ട് അതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ധനനഷ്ടമുണ്ടാകാം. ആപത്തുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ അവർക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ ഈ സമയം ലഭിച്ചിരിക്കുന്നതിനാൽ ഇഷ്ടമുള്ള വളരെ ആഗ്രഹിച്ച തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കും. തൊഴിൽപരമായി പ്രശ്നം നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള തൊഴിൽ പ്രശ്നങ്ങൾ, നിങ്ങളെക്കുറിച്ചല്ല മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുന്നതാണ്. അന്യദേശവാസവും കാണുന്നു. അതായത് വിദേശത്തേക്കൊക്കെ പോയി ജോലി ചെയ്യാനും ഒക്കെ കാണുന്നു. വിവാഹം നടക്കുന്നതിനുള്ള ഒരു യോഗവും ഈ സമയമുണ്ട്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് തൊഴിൽ നല്ല രീതിയിൽ
മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. മുൻകാലങ്ങളിൽ അനുഭവിച്ച കുറച്ച് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും അതെല്ലാം നിങ്ങൾക്ക് ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. നല്ല ഗുണഫലം ലഭിക്കുന്നു, സന്താനഭാഗ്യം ഉണ്ടാകുന്നു, ബുദ്ധിക്കൊരു സ്ഥിരത വരുന്നു. കാരണം എല്ലാം പക്വതപരമായി ആലോചിച്ച് ചിന്തിച്ച് വരായികൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ബുദ്ധി നിങ്ങൾക്ക് കിട്ടുന്നു, കഴിവ് നിങ്ങൾക്ക് കിട്ടുന്നു, സർവ്വ ഐശ്വര്യങ്ങളിൽ ലഭിക്കുന്നു. കൃഷി ചെയ്യുന്നതിനും ധാരാളം ധനം അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ കൃഷിയിൽ നിന്നും അവർക്ക് നല്ല രീതിയിൽ ധനം സമ്പാദിക്കാൻ സാധിക്കുന്നു. നല്ല നല്ല കൃഷിഭൂമികൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനും ഈ സമയം ഭാഗ്യമുണ്ട്. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ കരുതലോടെ ജീവിക്കേണ്ട ഒരു സമയമാണ്. കാരണം നിങ്ങൾ ചെയ്യാത്ത കാര്യത്തിന് അസൂയാലുക്കളായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ കൊടുക്കുന്നതിലേക്ക് വേണ്ടി ഒരു മാനഹാനി ശ്രമം നടത്താം. അതിൽ നിങ്ങൾ വീഴാണ്ടിരിക്കുക. ആരെയും അങ്ങ് അകമഴിഞ്ഞ് കൂടുതൽ വിശ്വസിക്കാതിരിക്കുക. ഈ സമയം ഇണയ്ക്ക് കുറച്ച് അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾക്ക് ചെറിയ അസുഖങ്ങൾ വരേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ചിലർക്ക് അംഗീകാരങ്ങൾ കിട്ടാം. അവർ സർക്കാരിനോട് അല്ലെങ്കിൽ നാടിനോട് രാജ്യത്തോട് ചെയ്തിട്ടുള്ള കുറേ നല്ല കാര്യങ്ങൾ വെച്ചിട്ട് അവർക്ക് അവാർഡുകളും മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ അംഗീകാരം ലഭിക്കാം. നിങ്ങളെ ഒന്ന് ബഹുമാനിക്കാം നാട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ സമയം നല്ലൊരു സ്പെഷ്യൽ പദവി ഒരു 5 വർഷത്തേക്കോ താൽക്കാലികമായി ഒരു ഉന്നത പദവി ലഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യമുണ്ട്. അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി അധ്വാനം കൂടിയിരിക്കുമെങ്കിലും നിങ്ങൾക്ക് ഒരു നാട്ടിന് നന്മ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. 70 വയസ്സ് മുതൽ മുകളിലോട്ട് പ്രായമുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങളുടെ നല്ല സമയമാണ്. ചില രോഗങ്ങൾ വരാം എന്ന് വെച്ചാൽ അത് വാർദ്ധക്യ സഹജമായി ബന്ധപ്പെട്ട അസുഖങ്ങളാണ്. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വളരെ ഒരു നല്ല ഒരു സമയമാണ് നിങ്ങൾക്ക്. അതിൽ പഴയ സ്നേഹിതന്മാരെ ലഭിക്കും. സന്തോഷകരമായ ഓർമ്മകൾ നിങ്ങൾക്ക് പുതുക്കാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് പറയുന്നത്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള വാസ്തുപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.